ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരിക്കും സ്വാഗതം. മോളിവുഡിൽ നിന്നും ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ പുതിയ സിനിമയാണല്ലോ ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി നായകനെ എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമ നേരത്തെ ഏപ്രിലിൽ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച ചില ലീഗൽ പ്രശ്നങ്ങളെ തുടർന്ന് റിലീസ് മാറ്റിവെക്കേണ്ടി വന്ന സിനിമയാണ്. ഇപ്പോഴത്തെ വൈകി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് അണിയറ പ്രവർത്തകരിലെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലീൻ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ഈ ആസിഫ് അലി സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആസിഫ് സിനിമകളിൽ താഴെത്തട്ടിലുള്ള ആഭ്യന്തര കുറ്റവാളിയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അത് പ്രകാരം 25 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ആദ്യ ദിവസം സിനിമ കേരളത്തിൽ കടന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 40 ലക്ഷം 50 ലക്ഷം റേഞ്ചിൽ കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു സിനിമകളെ ആസിഫിന്റെ കഴിഞ്ഞ സിനിമകളെല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര മികച്ച തുടക്കമേ അല്ല സിനിമയ്ക്ക് കേരളത്തിൽ ആദ്യ ദിവസം വന്നിരിക്കുന്നത്. ഒരു ഫാമിലി ഡ്രാമ ക്വാർട്ടർ റൂം സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല മെസ്സേജ് കൂടിയുള്ള സിനിമ കൂടിയായിരുന്നു ആഭ്യന്തര കുറ്റവാളി. കാത്തിരിക്കൂ, അടുത്ത 2 ദിവസങ്ങളിലെ ശനി ഞായർ കളക്ഷൻ കൂടി സിനിമയുടേതായിട്ട് അറിയുവാനായിട്ട്.